പ്രിയമുള്ളവരെ, ഇനി പറയുന്ന ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിലാണ് നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എങ്കിൽ സൂക്ഷിക്കണം. ഏതൊക്കെ കമ്പനികളാണ് ആ ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. CIO അഥവാ കൗൺസിൽ ഓഫ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ പ്രസിദ്ധീകരിച്ച 2023-24 വാർഷിക റിപ്പോർട്ട് പ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം തീർപ്പാക്കുന്നതിൽ ഏറ്റവും മുകളിൽ വരുന്ന ഏറ്റവും മോശം 5 ഇൻഷുറൻസ് കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന് കേൾക്കാത്തവർ ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ രാജ്യത്ത് 18 ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ സെൻ്ററുകളാണ് ഉള്ളത്. ഈ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻമാരുടെ ഓഫീസുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ CIO അഥവാ കൗൺസിൽ ഓഫ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനാണ് ചെയ്യുന്നത്. ഇക്കണോമിക് ടൈംസിൽ വന്ന ഒരു വാർത്തയും പിന്നെ എൻ്റെ സ്വന്തം നിലയ്ക്കുള്ള ഒരു അന്വേഷണവുമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഓരോ വർഷവും ആയിരക്കണക്കിന് പരാതികളാണ് രാജ്യത്തെ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻമാർക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരാതി കിട്ടി 1, 2, 3, 4, 5 സ്ഥാനത്ത് വന്നിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ഇതിലുണ്ടോ എന്ന് നോക്കുക. 1-ാം സ്ഥാനത്ത് വരുന്നത് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. 13,308 പരാതികളാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെതിരെ ആ ഒരു സാമ്പത്തിക വർഷം വന്നിട്ടുള്ളത്. അതിൽ തന്നെ 10,196 ക്ലെയിമുകൾ എൻ്റർടൈനബിൾ ക്ലെയിമുകളായിരുന്നു. അതായത് ഈ 10,196 ക്ലെയിമുകൾ പാർഷ്യൽ റിജക്ഷനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് റിജക്ഷനിലോ വന്നിട്ടുള്ള ക്ലെയിമുകളാണ്. ഇവരുടെ തൊട്ടു താഴെ 2-ാം സ്ഥാനത്ത് വരുന്ന കമ്പനി കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. 3,718 പരാതികളാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ ലഭിച്ചിട്ടുള്ളത്. 3-ാം സ്ഥാനത്ത് വരുന്ന ഇൻഷുറൻസ് കമ്പനി 2,511 പരാതികളോടെ നിവ ബുപ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. 4-ാം സ്ഥാനത്ത് വരുന്നത് പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ്. 2,196 പരാതികളാണ് ഇവർക്കെതിരെ കിട്ടിയിട്ടുള്ളത്. 5-ാം സ്ഥാനത്ത് വരുന്നതും മറ്റൊരു പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ്. 1,602 പരാതികളാണ് ന്യൂ ഇന്ത്യക്കെതിരെ ഓംബുഡ്സ്മാനിൽ ഫയൽ ചെയ്യപ്പെട്ടത്. ഏറ്റവും രസകരമായ കാര്യം, മറ്റുള്ള 4 പേരിലും ഏറ്റവും മുൻപിൽ ഓടിയെത്തിയത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. 13,000-ത്തിലധികം പരാതികൾ അവർക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ടപ്പോൾ 2-ാം സ്ഥാനത്ത് വരുന്ന കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് 3,000 പരാതികളാണ് ലഭിച്ചത്. ഏകദേശം 10,000 ക്ലെയിമുകളാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മറ്റു 4 സ്ഥാനങ്ങളിൽ വരുന്ന കമ്പനികളുടെയും പരാതികളുടെ ആകെയുള്ള എണ്ണം കൂട്ടിയാൽ പോലും സ്റ്റാർ ഹെൽത്തിനെതിരെ ലഭിച്ച പരാതികളുടെ അടുത്തുപോലും എത്തില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ പരാതിരഹിതമല്ല. ഇൻഫാക്റ്റ് ഏറ്റവും കൂടുതൽ പരാതി ലഭിക്കുന്നതും ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നതിലുണ്ടാകുന്ന താമസം, ക്ലെയിമുകൾ നിഷേധിക്കുന്നത്, സെറ്റിൽമെൻറ്റിലെ സുതാര്യത കുറവ്. ചിലരെങ്കിലും ഇപ്പോഴും പിന്തുടരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ പരാതികൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾ തീർപ്പാക്കുവാൻ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർമാരുടെ സഹായം തേടുന്നില്ല. ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുവാൻ അവർക്ക് അവരുടെ സ്വന്തം ഇൻ ഹൗസ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഒട്ടും തടസ്സങ്ങളില്ലാതെ ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും കസ്റ്റമർക്ക് പേഴ്സണലൈസ്ഡ് ആയ സർവീസ് കൊടുക്കുന്നതിനും ഇങ്ങനെയുള്ള ഇൻ ഹൗസ് സെറ്റിൽമെൻറ്റ് ഏറ്റവും നല്ലതാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ട റിപ്പോർട്ട് എന്താണ് നമ്മളോട് പറയുന്നത്? ഇൻ ഹൗസ് ക്ലെയിം സെറ്റിൽമെൻറ്റിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് TPA വഴിയുള്ള ക്ലെയിം സെറ്റിൽമെൻറ്റ് തന്നെയാണ് എന്നല്ലേ? മറ്റെല്ലാ ഇൻഷുറൻസ് കമ്പനികളും TPAയുടെ സഹായത്താലാണ് ക്ലെയിമുകൾ തീർപ്പാക്കുന്നത്. അവർ ഇൻ ഹൗസ് ക്ലെയിം സെറ്റിൽമെൻറ്റ് ടീം വർക്ക്സ് efficiently to process and settle claims promptly with a track record of settling around ₹25 crores every day എന്നാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവരുടെ വെബ്സൈറ്റിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇത് സത്യമാണോ എന്ന് പരിശോധിക്കുവാൻ നമുക്ക് മാർഗങ്ങളൊന്നുമില്ല.
എന്നാൽ ഇത് അത്ര വിശ്വാസയോഗ്യമല്ല എന്നാണ് ഈ കമ്പനിക്കെതിരെ മാത്രം ഇത്രയും പരാതികൾ ലഭിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി ഇതിൽ പറയാവുന്ന ഒരു എക്സ്ക്യൂസ് എന്താണ്? കൂടുതൽ പോളിസികളുള്ള അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമർ ബേസ് ഉള്ള കമ്പനിക്കെതിരെ സ്വാഭാവികമായും പരാതികൾ കൂടുതലായിരിക്കും എന്നാണ്. ഇതറിയുവാൻ എക്കണോമിക് ടൈംസിൻ്റെ ET വെൽത്ത് ഓൺലൈൻ നടത്തിയ ഒരു അന്വേഷണമുണ്ട്. ഓരോ 1,00,000 കസ്റ്റമറെയും എടുത്ത് അവരിൽ എത്ര പരാതി കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു ആ അന്വേഷണം. പരാതികളുടെ എണ്ണത്തെ അവർ ഇൻഷുർ ചെയ്തിട്ടുള്ള ലൈൻസ് എത്രയുണ്ടോ അത്രയും കൊണ്ട് ഹരിച്ചാണ് അവർ ഈ ഒരു ഡാറ്റയിലേക്ക് എത്തിയത്. ഈ ഒരു ഡാറ്റ എടുത്തപ്പോഴും സ്റ്റാർ ഹെൽത്ത് തന്നെയാണ് മുന്നിൽ വന്നത്. 1,00,000 കസ്റ്റമേഴ്സിനും 63 പരാതികളാണ് അവർക്കെതിരെ കിട്ടിയത്. തൊട്ടു താഴെ 17 പരാതികളുമായി നിവാബുപ്പ ഇൻഷുറൻസും അവർക്ക് താഴെ 16 പരാതികളുമായി കെയർ ഹെൽത്ത് ഇൻഷുറൻസുമാണ് വന്നത്. പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇവരെയൊക്കെ അപേക്ഷിച്ച് വളരെ സേഫായ പൊസിഷനിലാണ് ഉള്ളത്. നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് ആരെ ഏൽപ്പിക്കണം, ഏത് കമ്പനിയെ ഏൽപ്പിക്കണമെന്ന് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.